അസ്സാം വലൈക്കും. അപ്പോൾ ഇതാണ്ട് പെരുന്നാളൊക്കെ ആവാറായി. പെരുന്നാൾക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ മന്തി തയ്യാറാക്കിയാലോ? മിക്ക ആൾക്കാർക്കും തയ്യാറാക്കാൻ അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ചിക്കൻ മന്തി. പക്ഷേ വ്യത്യസ്ത ഫ്ലേവറിലുള്ള ചിക്കൻ മന്തി അതെല്ലാവരും തയ്യാറാക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടു നോക്കൂ. ശരിക്കും വ്യത്യസ്ത രീതിയിലുള്ള ഒരു മന്തിൻ്റെ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഹജ്ജിൻ്റെ ഈദിന് എല്ലാവരും മട്ടനൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ തയ്യാറാക്കാറ്. എന്ത് വെച്ചിട്ടാണെങ്കിലും ഇത് പൊള്ളി ടേസ്റ്റാണ്. ഈ രീതിക്ക് ഫോളോ ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് എല്ലാവരും പെരുന്നാൾ അല്ലാഹ് ഹൈറാക്കി തരട്ടെ. ആർക്കൊരു ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാം അല്ലാഹ് സലാമത്താക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് 1 kg ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ 1 കിലോൻ്റെ കോഴി വാങ്ങുക, അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് നമുക്ക് 2 വലിയുള്ളി, 2 തക്കാളി, 1 കുടം വെള്ളുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പിന്നെ മന്തി തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ ഒലിവ് ഓയിലോ ഇഷ്ടമുള്ളത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം കുറച്ച് സ്പൈസസ് വേണം. കൊത്തമല്ലി വേണം 1/2 ടീസ്പൂണ്, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 2 ചെറിയ ബേ ലീവ്സ്, സിനമൺ സ്റ്റിക്ക്, ഗ്രാമ്പു, പിന്നെന്താണ് സ്റ്റാർ, ഇതെല്ലാം കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത ഏലക്കായും പച്ച ഏലക്കായും 2-3 എണ്ണം അത്ര മതി കേട്ടോ. അതൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ മുഴുവൻ ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം പകുതി ഉള്ളി നമുക്കത് വറുത്ത് മാറ്റി വെക്കാനുള്ളതുകൊണ്ടാണ്. അപ്പം പകുതി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് തക്കാളി. അപ്പോൾ ഉള്ളി ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ബ്രൗൺ കളർ ആവാത്ത രീതിയിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട്. കാരണം ചോറിൻ്റെ കളറ് മാറിപ്പോകും കേട്ടോ. നമുക്ക് നല്ലൊരു ചോറിൻ്റെ കളറ് കിട്ടണമെങ്കിൽ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കിലോ കോഴി 4 പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പോൾ 4 പേർക്കും ഓരോന്നോരോന്ന് തിന്നാനുണ്ടാവുമല്ലോ. പിന്നെ വേണ്ടത് മന്തി മസാല പൗഡറാണ് കേട്ടോ. അതൊരു 1-2 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കണം. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ റെസിപ്പി മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിന്നെ കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഉണക്കനാരങ്ങ, കറുപ്പ് ഉണക്കനാരങ്ങാണ് എടുത്തത്. അത് 2 എണ്ണം ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെള്ളുള്ളി അരച്ചതാണ്, അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കനെ ശരിക്കും ഒന്ന് വേവിച്ചെടുക്കാം. സാധാരണ മന്തിയിലൊക്കെ ചിക്കൻ്റെ സ്കിന്നോട് കൂടിയിട്ടാണ് കേട്ടോ ഇടാറ്. അപ്പം കുറച്ചും കൂടെ ഹെവി ആക്കിയിട്ട് വേണം എന്നുള്ളവർക്ക് സ്കിൻ ഉപയോഗിക്കുക. കുറച്ച് ഹെവി ഒന്ന് കുറയ്ക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ സ്കിന്നൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട സ്പെഷ്യൽ എന്ന് പറയുന്നത് ക്യാപ്സിക്കാണ്. കളർഫുൾ ക്യാപ്സിക്കല്ലേ, റെഡ് മഞ്ഞ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അത് മുഴുവനായിട്ട് വഴറ്റണമെന്നൊന്നുമില്ല, അതൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ അരി എടുക്കുക. അരി നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നേരത്തെ കാണിച്ചു തന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതിന് പിന്നെ 3 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തത്. 3 ഗ്ലാസ് അരി എന്ന് പറയുന്നത് 1 കിലോ ആണ് കേട്ടോ. അപ്പോൾ അതിനും ഞാൻ 5 ഗ്ലാസ്, അതിന് കണക്കാക്കിയിട്ടുള്ള 5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ 3 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാരും 6 ഗ്ലാസ് വെള്ളമായിരിക്കും എടുക്കാറ്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. എപ്പോഴും 1 ഗ്ലാസ് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കന് ശരിക്കും വെന്തിട്ടുണ്ട്. മറു സൈഡിൽ ഞാൻ ഉള്ളിയും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉള്ളിയിലോട്ടേക്ക് പിന്നെ ബ്ലാക്ക് റൈസിൻസ് ഇല്ലേ, കറുത്ത മുന്തിരി, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതൊക്കെ ഈ ഒരു ചോറിലോട്ടൊക്കെ മിക്സ് ആകുന്ന സമയത്ത് നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ചിക്കനൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. ആ ഒരു ചിക്കനിലോട്ടേക്ക് ഈ ഒരു മന്തിൻ്റെ മസാലപ്പൊടിയൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ട് നമ്മൾ അരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി ഏകദേശം ഒരു 20 മിനിറ്റ്സ് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ശരിക്കും വെള്ളമൊക്കെ പോക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ഇളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒറ്റ ഇളക്കൽ ഇളക്കിയാൽ മതി, പിന്നെ ഇളക്കരുത്. പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കത് ദം ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് വറ്റിപ്പോകും, കാരണം നമ്മൾ വെള്ളം കുറച്ചിട്ടല്ലേ എടുത്തത്. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ നമുക്ക് സ്ലോലി ദം ചെയ്തെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ്ട് ലാസ്റ്റ് ഒന്നുകൂടെ പതുക്കൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. വെറും 2 ഇളക്കലേ ഇളക്കിയുള്ളൂ, ഒന്ന് തുടക്കത്തിലും ഒന്ന് ദാണ്ട വെള്ളം വറ്റി വരുന്ന ആ ഒരു സമയത്തും. എന്നിട്ട് നമുക്കിതൊന്ന് പതുക്കെ മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നേരത്തെ വറുത്ത് വെച്ച ആ ഒരു ഉള്ളിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ.
നെയ്യിലല്ല കേട്ടോ വറുത്തത്, ഓയിലാണ് വറുത്തത്. ആ ഒരു ഓയിൽ മാത്രം ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ടിട്ട് കുറച്ച് കിസ്മിസും കുറച്ച് വലിയുള്ളി മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് വിളമ്പുന്ന സമയത്ത് അങ്ങനെ ചേർത്തെടുക്കാം ഒരു ഭംഗിക്ക്. അപ്പോൾ ഇതാണ്ട് അത്രയും ബാക്കി മാറ്റി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അതിലുള്ള കുറച്ച് വെള്ളങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ ഒന്ന് വറ്റട്ടെ. ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ, ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇടണം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കാം. മറ്റേ അടുപ്പിലേക്ക് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടേക്ക് നമുക്ക് ചിക്കൻ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ടേക്ക് ഇനി വേറെ മസാലപ്പൊടികളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ച് മതി. പിന്നെ വേണ്ടത് ഫുഡ് കളറാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി കമൻറ്റ് ബോക്സിലൂടെ പറയേണ്ടത് എന്തിനാണ് ഈ ഫുഡ് കളറൊക്കെ യൂസ് ചെയ്യുന്നതെന്ന്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫുഡ് കളറൊക്കെ ചേർക്കുന്നത്. നിർബന്ധം ഇല്ല, ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അത് കുറച്ച് തൂവി കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. 2 സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടും. അപ്പോൾ റെഡ് ഫുഡ് കളറോ അല്ല ഓറഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ യൂസ് ചെയ്താൽ മതി. ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഈ രീതിക്കാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായല്ലോ. ഓവനൊക്കെ തുറന്നിട്ട് എടുക്കണ കുറേ സമയമാണല്ലോ, അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. ഒരുപാട് ക്വാണ്ടിറ്റിക്കൊക്കെ ആണെങ്കിൽ ഓവനിൽ തുറക്കുമ്പോൾ പിന്നെ നമുക്കതൊരു യൂസ്ഫുള്ളാണ്. ഇത് കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ തയ്യാറാക്കുന്നത്, 1 kg. അപ്പോൾ ഇതാണ്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു ചിക്കൻ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ മന്തിക്ക് അതിൻ്റേതായ ഒരു കറക്റ്റ് ലെവലായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ്ട വെള്ളമൊക്കെ ഒന്ന് ശരിക്കൊന്ന് വറ്റി വന്നതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മന്തിൻ്റെ ഫ്ലേവർ നല്ല ഹൈ ആയിട്ട് നിൽക്കുന്നതല്ല കേട്ടോ, മൈന്യൂട്ട് ഫ്ലേവറാണുള്ളത്. നമുക്ക് ഈ ഒരു മസാലേൻ്റെ മൈന്യൂട്ട് ഫ്ലേവർ കിട്ടുമ്പോഴാണ് അതിനൊരു രുചി. നമ്മളിവിടെയൊക്കെ മന്തി കഴിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് കുത്തുന്ന ആ ഒരു ഫ്ലേവർ കിട്ടാറില്ല കേട്ടോ. പക്ഷേ നാട്ടിലത്തെ മന്തിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു കുത്തുന്ന ഒരു ഫീലായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് മാഗി ക്യൂബ്സ്, ചിക്കൻ മാഗി ക്യൂബ്സും ഇതൊക്കെ ഇട്ടിട്ടായിരിക്കും അവിടുന്നത്തതൊരു വേറെ ടേസ്റ്റും. ഇവിടുത്തത് പിന്നെ അങ്ങനെ മാഗി ക്യൂബ്സ് ഒന്നും ഇടുകയൊന്നുമില്ല കേട്ടോ. അവർ ആ ഒരു ചിക്കൻ്റെ ആ ഒരു വെള്ളത്തിൽ അങ്ങനെ വേവിച്ചെടുക്കുന്നത് കൊണ്ടായിരിക്കും അത്ര നല്ലൊരു ഫ്ലേവർ തന്നെ ഇവിടുത്തെ ഒരു ചിക്കൻ മന്തിക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് പുകയിപ്പിക്കാം. ആ ഒരു ചാർക്കോളൊക്കെ ഉപയോഗിച്ചിട്ട്, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ പുകയിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരിയും പിന്നെ എയർ പുറത്തോട്ടേക്ക് കിടക്കാത്ത രീതിയിൽ വേണം അതൊന്ന് അടച്ച് വെക്കാനേ. ശരിക്കും ആ ഒരു പുകൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ അല്ലേ മന്തി അത് ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചാർക്കോളിൽ നമ്മളങ്ങനെ പുകയ്ക്കുന്ന മുമ്പ് തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെയാണ് അത് വീണ്ടും ഒന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ്സ് അങ്ങനെ മാറ്റി വെച്ചത്. അതിന് ശേഷമാണ് ഇപ്പോൾ എഴുതാണ്ട് വിളമ്പുന്നത്. നല്ല മണിമണിയായിട്ടുള്ള പൂ പോലുള്ള ചോറന്നാണ് കേട്ടോ ഇവിടെ റെഡിയായത്. അപ്പോൾ മന്തി തയ്യാറാക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ നമ്മുടെ ചിക്കൻ മാഗി ക്യൂബ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കാലി മന്തിൻ്റെ ആ ഒരു മസാലപ്പൊടി മാത്രം ചേർക്കാൻ നോക്കുക കേട്ടോ. ശരിക്കും ആ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു മസാലപ്പൊടി മാത്രം ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു പിന്നെ ഇഷ്ടം. അതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം പറയുന്നത് ഇവിടുത്തെ മന്തിയാണ്. നാട്ടിൽ വന്നിട്ട് കഴിക്കുന്ന മന്തി എനിക്ക് തീരെ ഇഷ്ടമില്ല. കഴിക്കും എല്ലാവരും കൂടെ പോയിട്ട്, പക്ഷേ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, എല്ലാത്തിനും ഒരു ചിക്കൻ ക്യൂബ്സിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ ആയിരിക്കും, ഒരു മാറിയിട്ടുള്ളൊരു ഫ്ലേവർ. ഇനിയിപ്പോഴും ഉണ്ടോയെന്നറിയില്ല, ഞാനൊക്കെ മുമ്പ് അവിടെ നിന്ന് കഴിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു. ഇനി നമുക്ക് ഹോട്ടലിലൊക്കെ വിളമ്പുന്ന പോലെ വലിയ താലയിൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വിളമ്പാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുത്തുള്ള പാത്രത്തിനനുസരിച്ചിട്ട് 2 പ്ലേറ്റിൽ ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ എഴുതാണ്ട ഒരു മയോണീസിൻ്റെ ഒരു സാലഡും കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വിളമ്പുന്നത്. സൂപ്പർ ഡൂപ്പർ ടേസ്റ്റാണിത്, ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പെരുന്നാൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെരുന്നാൾ തന്നെ ആവണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്, അസ്സലാമു അലൈക്കും.